അമിത്ഷാ പറയുകയാണ് മോദി പറഞ്ഞതിന് പിന്നാലെ കേരളം NDA ഭരിക്കുമെന്ന്. BJPയുടെ വോട്ട് ഷെയർ കൂടിയതിൻ്റെ കണക്കുകളും എല്ലാം നിരത്തുന്നുണ്ട്. ശരിക്കും NDAക്ക് കേരളം ഭരിക്കാൻ പറ്റുമോ? പ്രിയൻ, ഇന്നലെ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞ ജനസഞ്ചയത്തിനെ കണ്ടിട്ട് വരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം വന്ന് കയറിയപ്പോൾ ജനങ്ങൾ NDA ഘടകകക്ഷികളിൽ നിന്ന് കുറേ പാർട്ടികൾ ചേർന്നതാണ് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്നത്. BJPക്കാർ മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന ആവേശത്തോടെ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ആ ഒരു ഭാരതീയരുടെ മനസ്സ്. നമ്മളെല്ലാവരും ഭാരതീയരാണ്. NDAയുടെ ഏത് ഘടകകക്ഷിയാണെങ്കിലും മുൻസ്ഥാനം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭാരതാംബയാണെന്നൊരു വിശ്വാസത്തിലാണ് അദ്ദേഹം പറയുമ്പോൾ രണ്ട് കൈയും ഉയർത്തിയാണ് പറയുന്നത്. ഭരിക്കും, NDA കേരളം ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം വോട്ട് ഷെയർ നോക്കിയാണ് പറയുന്നത്. 2014 ഇത്രയും കിട്ടി, 2019 ആയപ്പോൾ അത് പാർലമെൻറ്റ് ഇലക്ഷൻ ഇത്രയായി, 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇത്രയായി. ഈ വരുന്ന ഇലക്ഷൻ കഴിയുമ്പോൾ 20% മേലെയായിരിക്കും NDA മുന്നണിയുടെ വിഹിതം എന്ന് അദ്ദേഹം കണക്കുകൾ ഉദ്ധരിച്ച ഒരു പ്രോഗ്രസീവ് മാപ്പ് ഉണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് പറയുന്നത്. പ്ലെയിൻ അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഓരോ വാക്കിനും കയ്യടിയായിരുന്നു കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾക്ക് ഭീതിതമായൊരവസ്ഥയാണ്. പിണറായി സഖാവ് തന്നെയാണ് ആഭ്യന്തരം കൈയാളുന്നത്, പോലീസുകാരൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ പോലീസിനെ കൊണ്ട് ബാക്കി കക്ഷികളിൽപ്പെട്ട ആൾക്കാരെ അടിച്ച് ഓടിക്കുവാൻ മാത്രമേ ഇദ്ദേഹം താല്പര്യം കാണിക്കുന്നുള്ളൂ. ഇവിടെ നടക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഈ അരക്ഷിതാവസ്ഥയിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ ഇന്ന് രാവിലെ എനിക്ക് വന്നൊരു ഫോൺ കോളിനെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് അതിഥി തൊഴിലാളികളുടെ ഒരു കൂടുതൽ അവസ്ഥ പെർസെൻറ്റേജ് അവരാണ് ഇപ്പോൾ കൂടുതൽ. അദ്ദേഹത്തിൻ്റെ മകൻ വെൽ എഡ്യൂക്കേറ്റഡാണ്, വെൽ പ്ലേസ്ഡാണ്, നല്ല ജോലിയിലിരിക്കുന്നു. അദ്ദേഹത്തിനൊന്ന് കല്യാണാലോചന ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുടങ്ങിപ്പോയി. അപ്പോൾ അവരിപ്പോൾ ഞങ്ങളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻ്റെ മോനെക്കുറിച്ച്, അതൊന്നുമല്ല. ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചയച്ചാൽ അതോടുകൂടെ ഞങ്ങളും അവളുമായിട്ടുള്ള ബന്ധം തീർന്നു പോകും. അങ്ങോട്ടേക്ക് എന്ത് ഭയമില്ലാതെയാണ് ഞങ്ങൾക്ക് വരാൻ പറ്റുക? ഇനി കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരണം, നൂലുകെട്ടിന് വരണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാവും. അവരങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കളയാവുന്ന പ്രദേശം. അങ്ങനെയാണ് പുറമേ ഉള്ള ആൾക്കാർക്ക് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ചിന്ത. നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നു. നമ്മളുടെ ഇവിടുത്തെ സാമ്പത്തികാവസ്ഥ ഉണ്ടായത് മുഴുവൻ ഇവിടെ നിന്ന് ചോര നീരാക്കി കുറേ യുവാക്കന്മാർ ദുബായ് മുതലുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്തുകൊണ്ടാണ്. അവരെ ആരെങ്കിലും അതിഥിയായിട്ട് അവർ കരുതിയിട്ടുണ്ടോ? തൊഴിലാളികൾ. ഇവിടെ എങ്ങനെയാണ് അതിഥികളാവണേ? അതിഥികളെ മുട്ടി നടക്കാൻ പറ്റാത്തത് കാരണം നമ്മളുടെ കുട്ടികൾ ഇവിടം വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. പ്രിയൻ ചോദിച്ച അമിത്ഷാജിയുടെ പ്രസംഗത്തിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കണ്ണൂർ വരെയുള്ള ജില്ലകൾക്ക് എന്തിനാണ് പ്രാധാന്യം കൊടുത്ത് ചെയ്യാൻ പോകുന്ന അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്നത് IT ആണ്. ഇപ്പോൾ IT ഓൾറെഡി അവിടെ നന്നായി നടക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ സ്കെൽറ്റനായിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ജില്ലകൾക്കും എന്താണ് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളെന്ന് കണ്ടുപിടിച്ച് എയിംസ് വരെ 2 വർഷത്തിനുള്ളിൽ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ NDA ഘടകകക്ഷികൾ ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നമ്മുടെ ശബരിമല കള്ളന്മാരുണ്ടല്ലോ, അയ്യപ്പൻ്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയവരുടെ കൽത്തുറങ്കിൽ അടയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും ആർജവത്തോടും ശക്തിയോടും പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി വന്നിന്ന് പറയുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിച്ചേ മതിയാവും. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നമ്മളുടെ കോൺഗ്രസ്സുകാർ ഇറക്കിയിട്ടുണ്ട്. ജനങ്ങൾ പേടിച്ചിരിക്കുക. ഇന്ദിര എന്ത് ഗ്യാരണ്ടി കൊടുത്തു? ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് എല്ലാവരെയും പിടിച്ച് കൽത്തുറങ്കിലാക്കി. എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ആദ്യമായി ജനിച്ച പുത്രനെ കാണാൻ 1.5 കൊല്ലം കാത്തിരിക്കേണ്ടു. അദ്ദേഹം എന്താ കൊലപാതകിയാണോ? അദ്ദേഹം എന്തെങ്കിലും വിപ്ലവകാരിയാണോ? അദ്ദേഹം തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഭരിച്ചുകൊണ്ട് വന്ന ആ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്ത്രീ, അവരാണ് ഈ രാജ്യത്തിനെ നശിപ്പിച്ച് കളഞ്ഞത്. അവസാനം ലോക രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കുറച്ച് ആൾക്കാർ, എനിക്കൊന്ന് 1-2 പേര് തന്നെ ഉണ്ടോ സംശയമുണ്ട്, സ്വന്തം സുരക്ഷാഭടന്മാരാൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതേ തുടർന്ന് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശീയ ഹത്യ നടന്നു. ഒഫീഷ്യൽ കണക്ക് പ്രകാരം 3000 പേരാണ് കൊല്ലപ്പെട്ടത്. അൺഒഫീഷ്യലായിട്ട് 8000-നും 17,000-നും ഇടയിൽ ആളുകൾ, സിഖ് വംശജർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട പ്രിയ, ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പേരിൽ കൊണ്ടുവരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി ചിരിച്ചു പോകും.
25 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ഒരു വർഷത്തിലെ മെഡിക്കൽ ഇതായിട്ട് പറയുന്നത്, ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. ഈ പത്തായത്തിൽ എന്ത് കിടക്കുന്നു? കേരളത്തിൻ്റെ 6 ലക്ഷം കോടി രൂപ കടക്കണിയിൽ കിടക്കുന്ന, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഞാനും പ്രിയനും ഉള്ളവർ 1.5 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് എവിടെ നിന്നാണ് 25 ലക്ഷം രൂപ കൊണ്ടുവരാൻ പോകുന്നത്? നോട്ടടി മെഷീൻ തുടങ്ങാൻ പോകുന്നു കോൺഗ്രസ്സുകാർ. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം പറയണ്ടേ? ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്ന ഓരോ പദ്ധതികളും. കുടിവെള്ളത്തിൻ്റെ അമൃത് പദ്ധതിയാവട്ടെ, പ്രിയ അറിഞ്ഞില്ലേ, 5 ലക്ഷം രൂപ ലൈഫ് മിഷനിൽ കൂടെ കൊടുത്തു. 60% വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ നമ്മുടെ ലോക്കൽ ബോഡി ഭരിക്കുന്നത് LDF മാത്രമല്ലല്ലോ, 20% കേരള സർക്കാർ വഹിക്കുന്നത്. അതിനും വലിയ പൊങ്ങച്ചം. എന്ത് കാര്യം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാലും അതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം, അവകാശം, പിതാവാണല്ലോ ഭരിക്കുന്നത് പിണറായി, ഇവരങ്ങ് ഏറ്റെടുക്കും. അതുകൊണ്ടൊന്നും ഇവിടുത്തെ കഷ്ടപ്പാട് മാറില്ല. ഇവിടെ നിന്നുള്ള കുട്ടികൾ കൂടും കിടക്കുകയുമായിട്ട് ഓടിപ്പോകുന്നത് തീരില്ല. അമിത്ഷാജി പറയുന്നത് നിങ്ങൾ ചേർന്ന് നിൽക്കൂ, ഭാരത മക്കൾ എല്ലാവരും ചേർന്ന് നിൽക്കൂ. വഖഫിൻ്റെ കാര്യം അദ്ദേഹം ഇന്നലെ എടുത്തു പറയുകയുണ്ടായി. മുനമ്പത്ത് സ്വന്തം കാശ് കൊടുത്ത് സ്ഥലം മേടിച്ച, അതായത് അവിടെയുള്ളവരൊക്കെ മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ടി, എന്തുമാത്രം വെയിലും മഴയും കൊണ്ടെന്നായിരിക്കും അവരെന്തെങ്കിലും ചെറിയ രൂപ കൂട്ടി വെച്ച് സ്വന്തമായ ഒരു പുരയിടം മേടിച്ചിട്ടുണ്ടാകുക. അതൊക്കെ ഒരു ദിവസം രാവിലെ വന്നങ്ങോട്ടേക്ക് ഏറ്റെടുത്ത് പോകുക എന്ന് പറയുകയാണെങ്കിൽ സഹിക്കാൻ പറ്റുമോ? പ്രിയനാണെങ്കിൽ സഹിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. അപ്പോൾ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, വഖഫിൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു വിധത്തിലെ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നൊരു അഷുറൻസ് അമിത്ഷാജി എടുത്തു പറയുകയുണ്ടായി. ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ കിരൺ റിജിജു എന്ന നമ്മുടെ സഹമന്ത്രിയായിരുന്നു ആഭ്യന്തര കാര്യത്തിൻ്റെ കേട്ടോ, അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് അലപ്പുസ കോസ്റ്റൽ ഏരിയ മുഴുവനും ഓരോന്ന് ചോദിച്ച് 2 മിനിറ്റായിരുന്നു എനിക്ക് അപ്പോയിൻമെൻറ്റ് സമയം ഉണ്ടായിരുന്നു. 45 മിനിറ്റോളം എന്നെ അവിടെ ഇരുത്തി ഓരോ കാര്യങ്ങൾ എനിക്കറിയാവുന്നതുപോലെ, പലരിൽ നിന്നും കേൾക്കുമ്പോഴല്ലേ പലതരത്തിലുള്ള ഒരു വിശദീകരണങ്ങൾ അദ്ദേഹത്തിന് കിട്ടുള്ളൂ. ഒരാളെ മാത്രം വിശ്വസിച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റാണ് നമ്മളുടെ ഭാരതം ഭരിക്കുന്നത്. ഓരോരുത്തരെയും കേൾക്കാനും അവരിൽ നിന്നെല്ലാം അവരുടെ പ്രദേശത്തിന് എന്താണ് നന്മ വരേണ്ടതെന്ന് മനസ്സിലാക്കിയും പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഇരിക്കുമ്പോൾ തീർച്ചയായും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതേ വരുള്ളൂ. ഇനി നമുക്ക് ആർക്കും അറബിക്കടലിൽ പോകാൻ പറ്റില്ല. ഓർക്കുന്നുണ്ടല്ലോ, 1921 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് 2021 സായുധ വിപ്ലവം പ്ലാൻ ചെയ്തിരുന്ന ഒരു സംഘം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെന്താ ഇപ്പം തലപൊക്കാത്തത്? അമിത്ഷാജിയുടെ ആ ശക്തമായ കരങ്ങൾ അവർക്കറിയാം. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ഭൂമിയിലുണ്ടാവില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ തലപൊക്കാണ്ട് നിൽക്കുന്നത്. ഇവിടെ കേരളത്തിനെ ഒരു അതിഭീകരയുടെ ഹബ്ബായി മാറ്റിക്കഴിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജേർണലിസ്റ്റുകൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അറിയാം. പക്ഷേ അവരെല്ലാം പത്തി താഴ്ത്തി നിന്ന് കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് കൂടും കുടുക്കിയെടുത്ത് സ്ഥലം വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് ശ്രേണി ഇവിടെയുണ്ട്, ശൃംഖല ഇവിടെയുണ്ട്. അമിത്ഷാജിക്ക് അറിയാം എന്തൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത്, എങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാനാകും, പേടിയില്ലാണ്ട് ജീവിക്കാനായിട്ട് എങ്ങനെ പറ്റും. പ്രിയൻ ഓർക്കുന്നുണ്ടോ, കാശ്മീരിലൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ നോക്ക് ചെയ്തിട്ട് പറയും, ഞങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിക്കോളും, മുൻവാതിൽ അടയ്ക്കേണ്ട എന്ന് പറയും. തട്ടിപ്പൊട്ടിച്ചൊന്നും നമ്മളെ കൊല്ലണ്ടല്ലോ. ആദ്യമൊക്കെ ഒന്ന് റെസിസ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ അത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതും എടുത്തുകൊണ്ടാണ് കാശ്മീരി പണ്ഡിറ്റ്സ് പലായനം ചെയ്തത്. വലിയ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ കുടിലല്ല നമ്മളുടെ ടെൻറ്റുകളിലേക്ക് മാറി ചൂടത്തൊക്കെ. എന്നിട്ട് ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ വളരെ അഭിമാനത്തോടെ മറ്റേ വിഭാഗക്കാർ കാണിച്ചു തരും, അവിടെ ആ പണ്ഡിറ്റ് താമസിക്കുന്നത്, കൊട്ടാരം കണ്ടില്ല, ഇപ്പോൾ എവിടെ കിടക്കണേന്ന് നോക്ക്. അങ്ങനൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ തീർച്ചയായും NDAയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണം. അമിത്ഷാജി പറഞ്ഞത് വെറുതെയല്ല. നമ്മളുടെ വസുദൈവ കുടുംബകം എന്ന് പറയും, എല്ലാവരും ഒന്നാണ് അല്ലേ? അങ്ങനെ ഒരു ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കാൻഡിഡേറ്റ്സിന് എടുത്ത് നോക്കൂ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കാൻഡിഡേറ്റ്സ് ആയിട്ട് വന്നിട്ടില്ലേ? അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രവർത്തകർ മാത്രം. ഇപ്പോൾ ഒരു ജയന്തിരാജന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വനിതയ്ക്ക്, ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ഒരു വനിതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പുറകിൽ ഗൂഢാലോചന നമുക്ക് എന്താണെന്നറിയാം. 3 നിലയിൽ പൊട്ടുന്നൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ജയിക്കാൻ ചാൻസുള്ള ധാരാളം സീറ്റുകൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലുണ്ടിട്ടും കൊടുത്തിട്ടില്ല. ഇപ്പോൾ LDF ആവട്ടെ UDF ആവട്ടെ കിടന്ന് ഓടുകയാണ്.
തൃപ്പൂണിത്തുറ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമാണ് തൃപ്പൂണിത്തുറ. നമ്മൾ നിർത്തിയിരിക്കുന്ന അഞ്ജലി നായർ ഒരു മിടുക്കി കുട്ടിയാണ്. ദീപക് ജോയുടെ ആരെയും കാണാനില്ല എന്നാണ് കേൾക്കുന്നത്. അതുപോലെ ഉണ്ണികൃഷ്ണനെ വൈപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തല്ലോ, ബഹുദൂര തീവണ്ടിയിൽ കയറ്റി ഇങ്ങോട്ടേക്ക് അയച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെയും ആരുമില്ല. എന്തിന് വൈപ്പിൽ നിന്ന് മാറണം? തൃക്കാക്കരയിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. അവിടുത്തെ പ്രവർത്തനം മോശമായതുകൊണ്ടും അവിടുത്തെ ആളുകൾക്ക് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് അവർക്കൊരു മനസ്സുകൊണ്ട്. ഞാൻ വൈപ്പിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആൾക്കാർക്കൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടാത്ത ആൾക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ എന്താണ് അതിന് നമ്മൾ കാണേണ്ട ഇൻഫറൻസ് എന്താണ്? അവിടെയും തോക്കും ഇവിടെയും തോക്കും. ഒരു സ്ഥാനം കൊടുത്തു, സിറ്റിംഗ് MLA മാർക്ക് എല്ലാവർക്കും സ്ഥാനം കൊടുത്തു എന്ന നിലയിൽ ഇങ്ങോട്ടേക്ക് മാറ്റി. പക്ഷേ നമ്മളുടെ അഞ്ജലിക്കുട്ടി ഒരു മുതിർന്ന ആൾക്കാർക്കിടയിൽ മകളായും സമപ്രായക്കാർക്കിടയിൽ ഒരു ചേച്ചിയായും അനിയത്തിയായും, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് 18 വയസ്സായ കുട്ടികൾക്കിടയിൽ ഒരു നല്ല ഉശിരുള്ള ഒരു വനിതാ പ്രവർത്തകയും ഒരു വനിതയാണ് നമ്മൾ തൃപ്പൂണിത്തുറ പോലെയുള്ള ഒരു സ്ഥലത്ത്. തൃപ്പൂണിത്തുറ ഞാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഹെറിറ്റേജ് സ്ഥലമാണെന്ന് പറയാം. നമ്മൾ ഫീൽഡ് ചെയ്തിരിക്കുന്ന ഒരു നാരീശക്തിയാണ്. ഇതുവരെ തൃപ്പൂണിത്തുറയിൽ ഒരു സ്ത്രീ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ? അപ്പോൾ NDA ഇവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി മാത്രമല്ല, ധാരാളം സീറ്റുകൾ ജയിച്ച് നമ്മൾ ഇവിടെ ഉണ്ട് എന്നറിയിക്കാനും കൂടിയാണ്. ഇന്നലെ അമിത്ഷാജി പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുജറാത്തിലൊരു ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ പിടിച്ചു, അവിടെ നിന്നാണ് എല്ലാ ഉയർച്ചയും ഉണ്ടായെന്ന്. അതുപോലെ നമ്മളും ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു തിരുവനന്തപുരം. അവിടെ നിന്നാണ് നമ്മൾ പടർന്ന് പന്തലിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ത്യയിൽ കുറച്ച് സഞ്ചരിക്കേണ്ടി വന്നു. എല്ലാവരും എനിക്ക് കൺഗ്രാലേഷൻ തരാം, ക്യാ ബാത്ത് ഹേ ഭയ്യ, ക്യാ ബാത്ത് ഹേ ദീദിന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആപ്നെ ജീത് ഗയാ നാ ട്രിവാൻഡ്രം കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ട്, ഇന്ത്യ മുഴുവനും നമുക്ക് കൺഗ്രാലേഷൻസ് തന്ന ഒരു വിക്ടറിയാണ് തിരുവനന്തപുരത്ത് നമുക്കുണ്ടായത്. ആ വിക്ടറിയുടെ തുടർച്ച വിളികൾ ഈ ഇലക്ഷനിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും NDAക്ക് അനുകൂലമായി ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.